ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നോഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കും ഇവിടെ സുഖമാണ്. അപ്പോൾ എന്നത്തെ പോലെ ഇന്നും ഞാനൊരു കൊച്ചു വീഡിയോ ആയിട്ട് വന്നിരിക്കണം. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ തുടർന്ന് എല്ലാവരും വീഡിയോസുകളൊക്കെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടുക, ലൈക്ക് തരിക, അങ്ങനെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നെയ്വടയാണ്. നെയ്വട നമുക്ക് കടയിലെ അതേ ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം കേട്ടോ. അപ്പം അതിന് ഞാൻ കാണിച്ചില്ലേ ഈ ഗ്ലാസ്, ആ ഗ്ലാസ്സിന് 2 ഗ്ലാസ് മൈദമാവാണ് കേട്ടോ എടുത്തിക്കണത്. പിന്നെ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഉപ്പ് പാകത്തിന് എടുക്കുക. കുറച്ച് സോഡപ്പൊടി ഇടുക. പിന്നെ ഞാൻ മധുരത്തിന് ഇപ്പം ഞാൻ ഈ സ്പൂണിന് 3 സ്പൂണാണ് കേട്ടോ എടുത്തിക്കണത്. അതുപോലെ തന്നെ നെയ്യും കേട്ടോ. നെയ്യും ഞാനിതിന് 3 സ്പൂണാണ്. അത് നമ്മൾ ഉരുക്കിയിട്ട് ഇടുകയാണെങ്കിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുട്ടിന് മാവ് കുഴക്കൂലേ എന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മാവാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഉരുക്കിയെടുക്കണതാണ് നല്ലത് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ നല്ലോണം ഒന്ന് കുഴച്ച് നമ്മൾ പുട്ടിന് കുഴക്കണ പോലെ കുഴച്ച് എല്ലായിടത്തും കൂടി നെയ്യൊക്കെ എല്ലാ ഭാഗത്തു കൂടി ആയതിന് ശേഷം ഞാൻ തൈര്, കട്ടത്തൈരും പറ്റും, മറ്റേ തൈരും ഒക്കെ പറ്റും കേട്ടോ. അതും ഇതേപോലെ നമ്മൾ ഒന്നിച്ച് ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് ഒഴിച്ച് ഒരു 1/4 ഭാഗം നനച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നെയ്യ് ഇതേപോലെ എല്ലാ ഭാഗത്തും ആയി. കണ്ടോ, ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ആയി. ഞാൻ നെയ്യ് ഒഴിച്ച് കുഴച്ചിട്ട് ഞാനിതാ തൈര് കൂട്ടി കൊടുക്കുകയാണ്. തൈരും അതേപോലെ ഒരുപാടൊന്നും ആക്കണ്ട, ഇത്രയൊക്കെ മതി. ഇനി നമ്മൾ നല്ലോണം കുഴച്ച് നോക്കുമ്പോഴേന്ന് നല്ല പോലെ ഇങ്ങോട്ട് കുഴഞ്ഞ് വരണ്ട. അതിൻ്റെ ഒരു 1/4 ഭാഗം ആകുമ്പോൾ നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂട്ടി കുഴക്കാം കേട്ടോ. അതേപോലെ ഇങ്ങനെ ഇതുകൊണ്ട് ഈ തൈര് ഒഴിച്ച് കുഴച്ച് ഇതേപോലെ ആയപ്പോൾ ഇനി നമ്മളിതിലേക്ക് പച്ചവെള്ളം കണ്ടോ, അതും വേണ്ട ഒരുപാടൊന്നും. പിന്നെ എല്ലാം കൂടി അങ്ങോട്ട് ഒഴിച്ചങ്ങാണ്ടാണ് കുഴക്കരുത്. അപ്പോൾ ആകെ കുളമായി പോവും. കുറച്ച് എടുത്തുങ്ങാണ്ട് കുഴച്ച് ഇങ്ങനെ എടുക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കുഴച്ച് വരുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഇതിൽ കൂട്ടിയ സംഭവങ്ങളൊക്കെ കൂട്ടി ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു പാൽപ്പൊടിൻ്റെ ഒരു സ്മെല്ലിങ്ങനെ വരും കേട്ടോ. അപ്പം ഇങ്ങനെ ഒക്കെ കുഴച്ച് വെച്ചിട്ട് ഇനി നമുക്കതൊരു 15 മിനിറ്റ് 20 മിനിറ്റിൻ്റെ അടിയിൽ ഒരു 15 മിനിറ്റെങ്കിലും ഇതിങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഞാൻ 15 മിനിറ്റ് ഒരു അരമണിക്കൂറോളം ആയി. അതിൻ്റെ അടിയിൽ വേറൊരു പണി വന്നപ്പോൾ അങ്ങനെ സമയം വൈകി. കുഴപ്പമൊന്നുമില്ല, എത്രയാകാം, എന്നാലും കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും ആവണം കേട്ടോ. അപ്പോൾ അത് ആ മാവൊക്കെ നല്ലോണം കുഴഞ്ഞ് സൂപ്പറായിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി എടുത്ത് പാകത്തെ ഉരുളകളാക്കിയിട്ട് ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ തിരികി ഉണ്ടല്ലോ ഒരു ഉരുട്ടൽ, അങ്ങനെ ഉരുട്ടിയിട്ട് പിന്നെ ഒന്ന് നമ്മൾ ചപ്പാത്തിൻ്റെയൊക്കെ മാവ് ഉരുട്ടണ പോലെ ഉരുട്ടിയിട്ട് നടുക്ക് ഭാഗം നമ്മളെ തള്ളവിരൽ വെച്ചാണ് ഒന്ന് അമർത്തി ഒരു കുഴിയാക്കിയാൽ മതി കേട്ടോ. സാധാരണ വടകളൊക്കെ ഇല്ലേ പോലെ തന്നെ വടകൾക്കൊക്കെ ഉണ്ടാവുമല്ലോ നടുക്കൊരു കുഴി, അത് നമ്മൾ ഈ തള്ളവിരൽ വെച്ചങ്ങാണ്ടൊന്ന് കുഴിയാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ നമുക്കിത് ഓരോന്നും ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പറ്റുന്നൊരു ചായക്കടി തന്നെയാണ് കേട്ടോ. അങ്ങനെ ആക്കിയിട്ട് ഇനി നമുക്ക് നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് മൈദമാവാകൊണ്ടേ പെട്ടെന്നാണ് കുഴിയായി വരില്ല, നമ്മളൊന്ന് ഇതാക്കി കൊടുക്കണം. എന്നിട്ട് അങ്ങനെ ഉണ്ടോ, അങ്ങനെ ആക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. ഇനി ഭയങ്കര ഒരു
സമയത്തിൻ്റെ അതൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഗതിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കണ്ടോ, അങ്ങനെ ഞാൻ ആ വെച്ച മാവ് ആയിട്ട് 9 എണ്ണമാണ് കേട്ടോ കിട്ടിയത്. നമുക്കത് ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലോണം എണ്ണ ചൂടായിക്കണ്. അതിലേക്ക് നമുക്കിത് ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഇങ്ങനത്തെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പിന്നെ എണ്ണ ചൂടായി നിൽക്കല്ലേ, അപ്പോൾ നമ്മൾ ഈ മൈദ മാവ് ആവുകൊണ്ട് കൈമ ഇങ്ങനെ ഒട്ടും ചിലത്. അപ്പോൾ നമ്മളതിലേക്ക് ഇടുമ്പോൾ കൈമൊക്കെ എണ്ണ തെറിച്ച് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു പിന്നെ എന്തത്തേമേ സ്പൂണോ എന്തെങ്കിലും വെച്ചങ്ങാണ്ടാവുമ്പോൾ വല്ലാതെ കയ്യുമ്മക്ക് വരില്ല. അപ്പോൾ അങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ കമൻ്റ് ഇടാനും മറക്കണ്ട കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് തരണേ. അപ്പം അങ്ങനെ നമ്മൾ ഇത് മൊത്തം ഇങ്ങനെ എണ്ണയിൽ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും നല്ലോണം കത്തിച്ചരുത്. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് പുറം ഭാഗം പെട്ടെന്ന് കരിയുകയും ചെയ്യും, അകം വേവില്ല. അപ്പോൾ നമ്മൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 2 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇടുമ്പോൾ വല്ലാതെ കരിയുമില്ല, പെട്ടെന്ന് വേവും ചെയ്യും. അങ്ങനെ അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഈ ബ്രൗൺ കളറ് എല്ലായിടത്തും കൂടി വരണം. അപ്പോൾ നമ്മൾ അതിനും വേണ്ടി തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി നമുക്ക് ഇത് പിന്നെ ഇതിൽ നിന്ന് കോരി എടുത്തിട്ട് പിന്നെ നമുക്കിത് പഞ്ചസാര പാനിക്ക് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനുള്ള പഞ്ചസാര ഒന്ന് ഉരുക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ ചെറിയ ഗ്ലാസ്സിന്, സ്റ്റീൽ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിക്ക് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. പക്ഷേ ഇത് കട്ടയായിക്കാണ്ട് നമ്മളിങ്ങനെ നൂൽപ്പരുവൊന്നും ആക്കണ്ട കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതിന് ടേസ്റ്റിനും വേണ്ടി നമ്മളടുത്ത് റോസ് വാട്ടർ അതുണ്ടല്ലോ, അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടായില്ല. ഞാൻ നല്ല 2-3 ഏലക്കായ് നല്ലോണം കുത്തിങ്ങാടാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്, അതന്നെ ഉണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ ഒരു മണവും രുചിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അത് മറ്റേ അടുപ്പിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിരിച്ചു മറിച്ചു വിട്ടത് ഏകദേശം വെന്തു കേട്ടോ. നമുക്കിത് ഓരോന്നൊരു പാത്രത്തേക്ക് എടുക്കുക. പാത്രത്തേക്ക് എടുക്കുമ്പോൾ അതേപോലെ എണ്ണയൊക്കെ ചൂടായി നിൽക്കല്ലേ, ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. അപ്പം നമുക്ക് എടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക, കൊടുത്തു നോക്കുക. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. 4 മണി പലഹാരം, 4 മണി ചായക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. അപ്പം നമ്മളെ ഈ വടകളെല്ലാം വെന്തു കേട്ടോ. ഇനി നമുക്കിത് അപ്പുറത്ത് ഇല്ലേ ശർക്കരപ്പാനി അല്ല പഞ്ചസാരപ്പാനിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൽ തിരിച്ചും മറിച്ചും ഇതേപോലെ ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുത്ത് സ്പൂണുമായിട്ട് അതിലില്ലതൊക്കെ ഒന്ന് മേലെ കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്ത് അതെല്ലാ ഭാഗത്തു കൂടി ആയിട്ട് അതിന് നമുക്കിട്ട് മാറ്റാം കേട്ടോ. അതിലൊരുപാട് സമയം ഇട്ടൊക്കൊന്നും വേണ്ട. ഏകദേശം കുറച്ച് സമയം ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ കുറച്ച് സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ തന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തും അതാകും. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തേക്ക് വെച്ച് അത് വറ്റി കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ വടൻ്റെ വീഡിയോ ആണ്, കൊച്ചു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇതിന് കുറേ സാധനങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കണ്ടോ, സൂപ്പറല്ലേ, അടിപൊളിയാട്ടോ. കാണുന്ന പോലെ തന്നെ കഴിക്കാനും സോഫ്റ്റാണ്, സിമ്പിളുമാണ് ഉണ്ടാക്കാൻ. അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. അതിൻ്റെ ഒരു കഷ്ണം എടുത്ത് കാണ്ട് അടിപൊളിയാണ്, അടിപൊളി സൂപ്പറാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും.
അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.